ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടുത്തെ നിയമ സംവിധാനം മുഴുവൻ എനിക്കെതിരായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എനിക്കെതിരെ വന്നാലും ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടക്കാതെ അവരാരും എന്നെ ഒന്നും ചെയ്യില്ല. അതും കിട്ടുന്നില്ലമ്മേ. ശരവണ, നീ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ പോയി നോക്ക്. ഒരുപക്ഷെ അവര് പോയിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഹരിയെ കൂട്ടിക്കൊണ്ടുവരണം. ഈ സന്തോഷ വാർത്ത നിത്യയിൽ നിന്ന് തന്നെ അവൻ അറിയണം. ഞാൻ ഇത്രയ്ക്ക് മഹാഭാവിയായിപ്പോയല്ലോ അമ്മേ. മോള് വാ, ഹരി വരും. വാ വാ മോളെ. എനിക്ക് വേണ്ട അമ്മ. എത്ര സന്തോഷത്തോടെയാ ഞാൻ ഓടി വന്നത്. ഹരിക്ക് എന്നോട് തോന്നിയ പിണക്കങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുമെന്ന് കരുതി. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. ഹരി എഴുതിയ ഓരോ വരികളും വായിക്കുമ്പോ ഇനി ഒരു പക്ഷെ ഹരി എന്നെ കാണാൻ വരില്ലെന്ന് വരെ എനിക്ക് തോന്നിപ്പോവാ. മണ്ടത്തരം പറയാതിരിക്കുവോ നീ? ഹരിക്ക് എങ്ങനെയാ നിന്നെ വിട്ടു പോവാൻ പറ്റുക? അവനവന്റെ സങ്കടങ്ങൾ എഴുതി വെച്ചു. അവൻ പോയിട്ട് വരട്ടെ മോളെ. മൂകാംബിക അമ്മയുടെ നടയിലേക്കല്ലേ പോയിരിക്കുന്നത്. അത് നിന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള അച്ഛന്റെ ആദ്യത്തെ യാത്രയായിട്ട് കൂട്ടിയാൽ മതി. അമ്മേ, ആശ്വസിക്കാൻ നമുക്കൊന്നുമില്ല മോളെ. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തിയേ പറ്റൂ. ഒരു കുഞ്ഞു വയറ്റിലുണ്ടാവുമ്പോ അമ്മ ഏറ്റവും സന്തോഷവതിയായിരിക്കണം. കാരണം സന്തോഷം നിറഞ്ഞ അമ്മയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടതൊക്കെ കിട്ടുന്നത്. കരയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നതിന് എന്റെ കുഞ്ഞ് ചിലപ്പോ എന്നെ ശപിക്കും. നോക്ക് മോളെ, ഹരി ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയാലും അമ്മ അവനെ തേടി പിടിച്ച് നിന്റെ മുൻപിൽ കൊണ്ടുവരും. നീ അവനോട് ഈ വാർത്ത പറയുന്നത് അമ്മ ഈ കാതുകൊണ്ട് കേൾക്കും. ഒരു കാര്യം അമ്മ ഉറപ്പിച്ചു പറയാം. ഇപ്പൊ നമ്മളെ തേടി ഇങ്ങനൊരു സന്തോഷ വാർത്ത വന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ടും സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. കൃഷ്ണഭഗവാന്റെ പിറവി തീരുമാനിച്ചപ്പോ കംസന്റെ നാശവും പ്രവചിക്കപ്പെട്ടിരുന്നു. ഇതും അതുപോലെ തന്നെയാവും. ആ പുരാണ കഥ അമ്മയുടെ മോന് നന്നായിട്ട് അറിയാമേ. കാരണം പുരാണത്തിലെ കംസനേക്കാൾ ക്രൂരനാണല്ലോ ജയാർ. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇനി എന്തു പറഞ്ഞാലും അനുസരിക്കണം. ഞാൻ പറയുന്നതൊക്കെ നിന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് മറന്നു പോകരുത്. നിനക്കും നിന്റെ കുഞ്ഞിനും കാവലിരിക്കാൻ മരണം വരെ ഈ അമ്മ കൂടെ ഉണ്ടാവും.
സാർ, നമ്മുടെ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട് സാർ. ആ വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് ജയർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നോ? പൊതുവെ ഒരു കാര്യമുണ്ട്, അഡ്വക്കേറ്റിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ മറിച്ച ജയാർ എന്തായിരുന്നു എനിക്കറിയില്ല. അത് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ എനിക്കൊരു തടസ്സോ. എന്താണാവോ വക്കീലിന് അറിയേണ്ടത്? പാസ്റ്റ്. ജീവൻ എന്നൊരു സാധാരണ മനുഷ്യൻ ഒരു കോർപ്പറേറ്റ് ആയതിന്റെ പിന്നിലെ കഥ. ഒരുപക്ഷെ ഇന്ന് മീഡിയാസ് എല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന അതേ കാര്യം. പോലീസ് സ്റ്റേഷനിലായാലും കോർട്ടിലായാലും മറ്റ് സ്ഥാപനങ്ങളെ കൺവിൻസ് ചെയ്യാനായാലും അപ്പിയർ ചെയ്യേണ്ടത് ഞാനാ. സോ ഇതെല്ലാം എനിക്ക് അറിഞ്ഞേ പറ്റൂ. വക്കീലെ, ജെആറിന് ഒരു അഡ്വക്കേറ്റിനാണ് ആവശ്യം. എന്റെ പാസ്റ്റ് നിങ്ങളെപ്പോലെ ഒരാളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ ഭൂതകാലം അറിയാതെ എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ്. നിങ്ങൾക്ക് പോവാം ഇപ്പൊ തന്നെ. എന്റെ പാസ്റ്റ് ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായോ? അതിപ്പം നിങ്ങളോടായാലും പത്രക്കാരോടായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടായാലും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാതെ എനിക്ക് മുന്നോട്ട് പോകാം, കേസ് വാദിക്കുകയും ചെയ്യാം. ബട്ട് ജയാർ, നിങ്ങളുടെ നില ആപത്തിലേക്കാണെന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. എന്താപത്ത് വക്കീലെ? ഞാൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരാള് കണ്ണും പൂട്ടിയൊരു കാര്യം പറയുമ്പോ അതിന്റെ പേരിൽ പേടിക്കാൻ എനിക്ക് പറ്റില്ല. തനിക്കറിയോ, ചത്തുപോയിന്ന് എല്ലാവരും കരുതിയ ഒരുത്തനാ ഞാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഭ്രാന്തിൽ നിന്ന് മോചനം കിട്ടില്ലെന്ന് എല്ലാവരും കൂടി അങ്ങ് വിധി എഴുതി. പക്ഷേ ഇന്നോ ജെആർ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി. ഞാനുണ്ടാക്കി. ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാം, ഇവിടുത്തെ നിയമ സംവിധാനം മുഴുവൻ എനിക്കെതിരായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എനിക്കെതിരെ വന്നാലും ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടക്കാതെ അവരാരും എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം, ജെആർ എന്നൊരു മഹാസാമ്രാജ്യം ഉണ്ടാക്കി എന്നും അതിന്റെ അധിപനായി ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. മധുര നൊമ്പരക്കാറ്റ്